വെൽക്കം ടീം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ്. ഇന്റൽ ഫാമിലിയിലുള്ളൊരു വ്യക്തിയാണ്. ആൻഡ് ഇന്റൽ ഫാമിലിക്ക് മാത്രമല്ല, ഇന്ന് കേരളക്കരയ്ക്ക് മൊത്തം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. മറ്റാരുമല്ല, നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു, ഗോവിന്ദചാമി ജയിൽ ചാടിയ വിവരം. ഗോവിന്ദചാമിയെ പിടികൂടാൻ സഹായിച്ചത് നമ്മളുടെ സ്വന്തം കണ്ണൂർ AM ആയിട്ടുള്ള വിനോദ് സാറാണ്. സോ വിനോദ് സാർ നമുക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൂടെ കുറച്ചു നേരത്തേക്ക് ഷെയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സാർ, വെൽക്കം ടു ഇന്റൽ ധ്വനി. സാർ ഇന്ന് ഇന്റൽ ഫാമിലിയുടെ ഇടയ്ക്ക് മാത്രമല്ല, കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്റ്റാർ ആണ്. സോ ആ ഒരു അനുഭവങ്ങൾ നമ്മളുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ഓക്കെ, തീർച്ചയായിട്ടും. സ്റ്റാർ അങ്ങനെയൊന്നുമില്ല, നമ്മള് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് പെട്ടെന്ന് അതിനകത്തുനിന്ന് റെസ്പോണ്ട് ചെയ്യണം തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. ആക്ച്വലി ഞാൻ നോർമലി ഓഫീസിൽ വരുന്ന പോലെ മോർണിംഗിൽ ഓഫീസിലേക്ക് വരുമായിരുന്നു. ഏകദേശം ഒരു 9 മണി കഴിഞ്ഞിരുന്നു. അപ്പൊ തളാപ്പ് നമ്മുടെ ഓഫീസിന്റെ നിയറസ്റ്റ് എത്തി. ഇപ്പം ഓഫീസിന്റെ ഒരു 200 മീറ്ററോളം അടുത്തെത്തി. അപ്പൊ ആ സമയത്ത് ഇട സൈഡിലൂടെ ഞാൻ വണ്ടി ഓടിച്ച് 2 വീലർ ഓടിച്ചു വരുന്ന സമയത്ത് കണ്ടത് അതുപോലെ ഒരാള് നടന്നു വരുന്നത്. അപ്പൊ രാവിലെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പം ഇട സൈഡിലൂടെ വരുന്ന സമയത്ത് തന്നെ എനിക്ക് അടുത്തെത്തിയപ്പോ പെട്ടെന്ന് ഇയാളെ കണ്ടു കഴിഞ്ഞപ്പോ, കാരണം നമ്മൾ ഈ ഒരു ഫോട്ടോസൊക്കെ ഒരുപാട് ഇങ്ങനെ പേപ്പറിലൊക്കെ പണ്ട് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു സംശയം തോന്നി. അപ്പോ അടുത്തെത്തി കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഇയാളെ പാസ് ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഞാൻ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ആള് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് സ്പീഡിൽ നടക്കുന്നതാണ്. അപ്പൊ എനിക്കൊന്നുകൂടെ സംശയമായി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളെ വിളിച്ച് ചോദിച്ചത് ഇയാളാണോ എന്ന് ചോദിച്ച് ഒന്ന് കൺഫേം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ എന്റെ വണ്ടിയിൽ ഇയാളെ കയറ്റി ഞാൻ ജസ്റ്റ് ഇയാളെ ഒന്ന് ഫോളോ ചെയ്തു. ഒരു 10-20 മീറ്റർ ഫോളോ ചെയ്തിട്ട് ഇവനെ വിളിച്ചാണ്. പേര് തന്നെ ഒച്ചയിൽ വിളിച്ചപ്പോഴേക്കും ആള് പെട്ടെന്ന് വന്നിട്ട് ഓടി. അപ്പൊ ഞങ്ങൾ ഫോളോ ചെയ്തു. ഒരു 50 മീറ്ററോളം ഇവന്റെ പുറകെ ഓടി. അപ്പൊ പിന്നെ അവിടെ തൊട്ടൊരു വീടിന്റെ മതിലെടുത്ത് ചാടിയിട്ട്, അവിടെ വലിയ കാടാണ്, ഭയങ്കര കാടാണ്. അപ്പം ആ കാടിനുള്ളിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചാടിയിട്ട് അതിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ ആൾതാമസമില്ലാത്തൊരു വീടുണ്ട്. അപ്പൊ ആ വീടിനുള്ളിൽ കയറി ഇത് ഒളിച്ചു എന്നാണ് അതിനുശേഷം പോലീസ് പറഞ്ഞത്. പിന്നെ പോലീസ് ഫോഴ്സ് എല്ലാം വന്നു. ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനിലെ ഇൻഫർമേഷൻ ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവർ ഫോഴ്സ് കംപ്ലീറ്റ് വന്ന് പോലീസ് ലോകോ ആൾക്കാരും എല്ലാം വന്ന് മൊത്തം സെർച്ച് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവിടെ വന്നതിന് ശേഷം ഇത് ഇയാൾ തന്നെയാണോ എന്നും ഞാൻ കണ്ടത് ഇയാളെ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാര് തൊട്ടടുത്ത ബിൽഡിംഗിലെ CCTV ഒക്കെ ഫുട്ടേജ് എടുത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൺഫേം ചെയ്യാൻ വേണ്ടി എന്നോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അയാള് ആ വീടിന്റെ ഉള്ളിലായിരുന്നു, ആ വലിയ വീടിന്റെ ഉള്ളില്? അതെ, ആ വലിയ ഒരു കുറച്ച് പഴയ വീടാണ്. അപ്പൊ ആ വീടിന്റെ ആൾതാമസം ഇല്ലാത്ത വീടാണ്. അപ്പൊ ആ വീടിനുള്ളിലേക്ക് ഇയാൾ കയറിയിട്ടുണ്ടായിരുന്നു. വീടിനുള്ളിൽ കയറിയിട്ട് പോലീസ് വന്ന് സെർച്ച് വീടിനുള്ളിൽ കയറിയപ്പോഴേക്കും ഇവൻ പുറത്തിറങ്ങിയ ഒരു കിണറുണ്ട് ആ വീടിന്റെ സൈഡിൽ തന്നെ. അവൻ ആ കിണറിലേക്ക് ഇറങ്ങിയിട്ട് അതിനുള്ളിൽ കിടക്കായിരുന്നു. അപ്പം വീണ്ടും പോലീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെറുതെ കിണറിനുള്ളിലേക്ക് അവിടെ ഒരാൾ നോക്കുമ്പോഴാണ് വെള്ളം വല്ലാണ്ട് ഇളകുന്ന കണ്ടത്. അപ്പം വെറുതെ സെർച്ച് ചെയ്യുമ്പോൾ ഇയാൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. അപ്പൊ അത്രയും നേരം വെള്ളത്തിന്റെ അടിയിലായിരുന്നു? അതെ, കുറച്ച് സമയം വെള്ളത്തിന്റെ അടിയിൽ തന്നെ കിടന്നു എന്നാ പറഞ്ഞത്. പിന്നെ അയാള് വീണ്ടും മുകളിൽ വന്നിട്ടാണ് പോലീസ് തന്നെ അയാളെ വലിച്ചു കയറ്റി അങ്ങനെ കൊണ്ടുപോവാണ് ചെയ്തത്. ഓക്കെ. അപ്പം സാറിന് എന്തായാലും എനിക്കൊന്ന് കുറെ ന്യൂസ് ചാനലിൽ നിന്നൊക്കെ ഇതുപോലെ വിളിച്ചിട്ടുണ്ടാവും അല്ലേ? കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റിൽ നിന്നും അതുപോലെ തന്നെ മാതൃഭൂമിന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ കാര്യങ്ങൾ ചോദിച്ചു. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാറിന് എപ്പോഴേലും ടെൻഷൻ തോന്നിയായിരുന്നോ? പെട്ടെന്ന് പോലീസിനെ വിളിക്കണം, അല്ലെങ്കിൽ ആളെ രക്ഷപ്പെടുമോ? തോന്നിയിട്ടൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ തോന്നിയിട്ടില്ല. കാരണം രാവിലെ ഞാൻ വരുമ്പോഴേ ഇങ്ങനൊരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ മൊത്തത്തിൽ കുറച്ചൊരു ഇഷ്യൂ ആയി മാറിയ ഒരു കേസാണ്. അപ്പം മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അത് കണ്ണൂരാണല്ലോ, ഇങ്ങനെ കണ്ണൂർ ജയിലിലാണുള്ളതെന്ന് ഇങ്ങനെ ഇന്ന് രാവിലെ ഞാൻ അറിയുന്നത്, ന്യൂസ് കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് പോലീസ് വണ്ടികളൊക്കെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മൾ വീണ്ടും മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ടായിരിക്കും പോലീസ് ഇങ്ങനെ പോകുന്നതെന്ന് കരുതി. അപ്പം അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 200 മീറ്ററോളം ഞാൻ വീണ്ടും വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ ഇയാളെ കാണുന്നതും സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ ഇവനാണെന്ന് വിളിച്ച് പിന്നെ നോക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്ന അയാൾക്ക് ഒരു കൈയില്ല എന്നൊരു കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കി വെച്ചിട്ടാണ് അയാളുടെ ഇടത് കൈയും ഇല്ല അയാൾക്ക്. അപ്പം ഇയാള് കൈ ഒരു തലയിൽ കുറച്ചൊരു പഴയ തുണി വെച്ചിട്ട് അതിനുള്ളിലേക്ക് നമ്മളെന്തോ തലയിൽ ലഗേജ് കൊണ്ടുപോകുന്ന പോലെ തുണി വെച്ചിട്ട് അതിനുള്ളിലേക്ക് കൈ കയറ്റി വെച്ചിട്ടായിരുന്നു ഇയാള് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെ. പക്ഷെ ഞാൻ അത്ര അടുത്തുനിന്ന് കണ്ടു. ഏകദേശം ഒരു 1/2 മീറ്ററോളം അടുത്തുനിന്നാണ് ഞാൻ 2 വീലറിൽ പോകുമ്പോൾ ഇയാൾ ആ റോഡിന് ടാറിങ്ങിലൂടെ തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നു. വളരെ മെല്ലെ പോയിക്കൊണ്ടിരുന്നു. അപ്പോ
അപ്പൊ അത്രയും അടുത്തുനിന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇയാളാണോ എന്ന്. അത്രയും അടുത്തുനിന്ന് കണ്ടുകൊണ്ടാണ് പക്ഷെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നിയത്, മുഖസാമ്യം തോന്നിയത്. അങ്ങനെയാണ്. പിന്നെ ഇത് ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഞാൻ അല്ല അങ്ങനെ നമ്മളിപ്പോ ആ വ്യക്തിനെ കണ്ടിട്ട് ഇൻ കേസ് ആ വ്യക്തി മിസ്സായി പോയി നമ്മള് അങ്ങനെ പിടികിട്ടാതെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയേനെ. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാനൊരു തെറ്റായ വിവരം കൊടുത്തു എന്നുള്ള ഒരു ഇത് എന്റെ അടുത്തേക്ക് ഒരു പക്ഷെ വന്നേനെ. അതിന് മുൻപ് തന്നെ എന്നോട് പോലീസുകാർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എത്ര മണിക്കാണ് കണ്ടത്, പിന്നെ അപ്പൊ അയാളുടെ ഫോട്ടോസ് എന്തെങ്കിലും കയ്യിലുണ്ടോ, ഇയാൾ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത്, ഇയാൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ, എന്നുള്ള കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന് ശേഷമാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ എനിക്ക് CCTV ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് CCTV ചെക്ക് ചെയ്യുമ്പോഴാണ് ഇയാൾ ഇങ്ങനെ നടന്നു പോകുന്നതും പുറകെ ഞാനും വേറെ സ്കൂട്ടറിൽ സ്പീഡിൽ വരുന്നതും കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വെറുതെ കണ്ടിട്ട് ഇതാണ് ഞങ്ങൾ ഇയാൾ ഇത് കണ്ടിട്ട് സ്കൂട്ടറിൽ പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവർ കൺഫേം ചെയ്ത് ഇവർ തന്നെയാണ് എന്നുള്ളത്. പിന്നെ എന്നെ അവര് പല ഫോട്ടോസ് കാണിച്ചു തന്നു, ഇതിന്റെ സാമ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഈ ഏകദേശം ഈ ഒരു രൂപത്തിലുള്ള ആളെയാണ് കണ്ടത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ കണ്ണൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. സാർ ഇങ്ങനെ എപ്പോഴും ഭയങ്കര സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെ സോഷ്യലി എന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസിലാണല്ലോ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ. സാർ എന്തായാലും ചെയ്ത കാര്യം ഇപ്പം ഓരോ വ്യക്തിക്കും ഭയങ്കര പ്രചോദനം കൊടുക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും വലിയൊരു ക്രിമിനലിനെയാണ് സാർ കാരണം നമുക്ക് അഗെയിൻ പിടിക്കാൻ പറ്റിയത്. വലിയൊരു കാര്യമാണ് സാർ ചെയ്തത്. എന്താണെങ്കിലും എല്ലാവർക്കും അത് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം വഴി കൂടെ നടക്കുമ്പം നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാളെ കണ്ടു എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഡൗട്ട്ഫുൾ ആയിട്ട് അവിടെ തന്നെ അത് നിൽക്കുക, നമ്മൾ അതിനെപ്പറ്റി ഒരുപാട് ചിലപ്പോൾ ചിന്തിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ സാർ അവിടെ നിന്ന് അതിന് വേണ്ടിയിട്ട് സാർ ഒരു എഫേർട്ട് ഇട്ടു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു ക്രിമിനലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടികൂടാൻ പറ്റിയത്. തീർച്ചയായും. മാത്രമല്ല വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇയാളെ കണ്ടു, ഇയാൾ മതിൽ ചാടി ഉടനെ തന്നെ ഞാൻ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച ഉടനെ തന്നെ ഞാൻ എന്റെ ബോസ് ജീവ് സാറുമായിട്ട് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ സാറേ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു നീ അത് അങ്ങനെയാണെങ്കിൽ നീ അത് ഭയങ്കരമായിട്ട് ജീവ് സാറും ഭയങ്കരമായിട്ട് പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി തന്നെ എഫേർട്ട് ഇടണം, അത് ശ്രദ്ധിച്ചോണം, ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോണം എന്ന് പറഞ്ഞു. കുറച്ചും കൂടി ഒരു ഇൻസ്പിറേഷൻ ആയി. കാരണം അത് മോശമായിട്ടൊരു കാര്യമല്ല ചെയ്യുന്നത്. നാട്ടിൽ സംഭവിച്ച ഒരു മോശം കാര്യത്തിനെ നമ്മളൊന്ന് തിരുത്താൻ വേണ്ടിയിട്ട് നമ്മളും ഒരു ഭാഗമായി. അത്രയും ഞാൻ കരുതുന്നുള്ളൂ. അതെ. അതെന്തായാലും വലിയൊരു കാര്യമാണ്. ചിലപ്പം ആ ഒരു വ്യക്തി ചിലപ്പം കുറച്ചു നേരം കൂടെ ടൈം വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ട്രെയിൻ കയറി പോവോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടു പോയേനെ. അല്ല, അവിടുന്ന് വീണ്ടും ഒരു 200 മീറ്ററും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര തിരക്കുള്ള ഒരു ലൊക്കേഷനാണ് റോഡ്. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ചും കൂടി പോയി റെയിൽവേ സ്റ്റേഷനുമാണ്. അപ്പോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നായിരിക്കാം. അത് കറക്റ്റ് ഒരു ടൈമും സന്ദർഭമൊക്കെ കറക്റ്റ് അങ്ങനെ എല്ലാം കൂടെ കോയിൻസിഡൻസ് ആയിട്ട് വന്നതുപോലെ. അതെ. എന്തായാലും അത് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര എന്താ പറയുക ഒരു ബിഗ് താങ്ക് യു. ആൻഡ് സാർ ഇപ്പം നമ്മളോട് ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് താങ്ക് യു. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം സാറ് ഭയങ്കര ബിസി ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിവേ ഇന്റൽ ധ്വനിയോടൊപ്പം ഇത്രയും ഈ ഒരു കുഞ്ഞു സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.